പാഞ്ചാലി എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്നുണ്ടായിട്ടുള്ള ജന്മമല്ല. അതായത് ദേവി തന്നെ നേരിട്ട് അഗ്നികുണ്ഡത്തിൽ നിന്നും ജനിച്ചു വന്ന ആളാണ് ആര്? പാഞ്ചാലി. അപ്പൊ സാധാരണ ജന്മമാണോ? പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് രക്തം പുരണ്ട വസ്ത്രവുമായിട്ട് ഒറ്റ വസ്ത്രവുമായിട്ട് ഇരുന്നവളെ മുടിയിൽ പിടിച്ച്, ഓരോരുത്തവണ ഒരു സ്ത്രീയുടെ മുടിയിൽ പിടിച്ച് തറയിലൂടെ വലിച്ചിഴച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ, ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാരിരിക്കുന്ന സഭയിലേക്കാണ് അവളെ വലിച്ചടക്കപ്പെട്ടത്. ഒരു മനുഷ്യൻ, ഭർത്താക്കന്മാർ, ഇത്രയും ലോകം മുഴുവനും 10,000 ആനകളുടെ ശക്തി ഉണ്ടായിരുന്നു ഭീമന്. ഇന്ദ്രന് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത വില്ലാളിയാണ് അർജുനൻ. അത്രയും വീരന്മാരാണ് നകുലനും സഹദേവനും. ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റി. അപ്പൊ ഇവരെയൊക്കെ വിളിച്ച് കേണായിരുന്നു, അവരാരും രക്ഷിച്ചില്ല. ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള അതൊക്കെ സാഹചര്യം അങ്ങനെയാണ്, അങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാം, ആ പാഞ്ചാലി പിടിച്ചിരിക്കുന്ന ഓരോ പിടിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തന്നെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നുള്ള സത്യം ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കിയതാണ്. ഭീഷ്മരെ രക്ഷിക്കുന്നില്ല, ദ്രോണരെ രക്ഷിക്കുന്നില്ല, ധൃതരാഷ്ട്ര രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് ഓൾറെഡി കണ്ണ് കാണത്തില്ല. മകനോടുള്ള ആ സ്നേഹം കാരണം ഉള്ള കണ്ണൂട് അടഞ്ഞിരിക്കുക. അവസാനം പിന്നെ ദുശാസനം പിടിച്ച് വസ്ത്രം പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളവിടെ കിടന്ന് വിലപിച്ച് കൃഷ്ണ ഭഗവാനെ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിളി വിളിച്ചിട്ട് ആ സമയത്ത് പിടിച്ചുകൊണ്ടിരിക്കുക വസ്ത്രത്തിലെ. ആ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. അവസാനം കയ്യും കൂടെ വിട്ട് കൃഷ്ണ എന്ന് വിളിച്ച സമയത്ത് കൃഷ്ണൻ അവിടെ വന്നിട്ട് മറഞ്ഞിരുന്നുകൊണ്ട് വസ്ത്രം നീട്ടിക്കൊടുക്കുകയല്ലേ ചെയ്ത് വരയ്ക്കുന്നതനുസരിച്ച് പുതിയ പുതിയ അലങ്കാരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്നാണ്. നഗ്നത ഒരിക്കലും പുറത്തേക്ക് വന്നില്ല. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു പോയി? അവസാനം എല്ലാ പിടികളും എല്ലാ താങ്ങളും ഉപേക്ഷിച്ചെന്നാണ്. അപ്പം ഒരു ഭക്തി എന്ന് പറയുന്നത് ഇതാണ്.